ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. സുബഹി സമയത്തും മഗ്രിബ് സമയത്തും ചൊല്ലേണ്ട ചില സ്പെഷ്യൽ ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവും. അവകളിൽപ്പെട്ട ഒരു ദിക്റാണ് ഇപ്പോൾ നാം വായിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അദ്കാറിൽ നിന്ന്. അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ദിക്ർ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യഖൂലു ഇദാ അസ്ബഹ, സുബ്ഹി സമയമായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു. എന്താണ് ദിക്ർ, എന്താണ് ചൊല്ലിയിരുന്നത്? അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. വഇദാ അംസ, വൈകുന്നേരമായാൽ ഖാല പറയുമായിരുന്നു, അല്ലാഹുമ്മ ബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുമ്മ പടച്ചവനെ, ബിക അസ്ബഹന, നീ എനിക്ക് നൽകിയ കഴിവ് കാരണമായി, നിൻ്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ട് ഇതാ പ്രഭാത സമയത്ത് സ്വീകരിക്കാൻ നിന്നെക്കൊണ്ട് സാധിച്ചു. വബിക അംസൈന, അതുപോലെ നീ നൽകിയ കഴിവ്, നീ നൽകിയ തൗഫീഖ് കാരണമായി എനിക്ക് വൈകുന്നേര സമയം, മഗ്രിബ് സമയത്ത്, ആ സമയത്ത് സ്വീകരിക്കാൻ നിന്നെക്കൊണ്ട് സാധിച്ചു. വബിക നഹ്യ, എന്ന് മാത്രമല്ല, നീ നൽകിയ തൗഫീഖ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത്. വബിക നമൂത്ത്, സമയമാകുമ്പോൾ ഞങ്ങളൊക്കെ മരിക്കും, ഞാൻ മരിക്കും. വ ഇലൈക നുശൂർ, ഏതായാലും അവസാനം നിന്നിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകേണ്ടത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദിക്ർ അതല്ലെങ്കിൽ ദുആ രാവിലെയും വൈകുന്നേരവും ഏകദേശം ഒരുപോലെയാണ്. വ്യത്യാസമുള്ളത്, രാവിലെയാകുമ്പോൾ അസ്ബഹ്ന എന്ന് പറയണം, വൈകുന്നേരമാകുമ്പോൾ അംസൈന എന്നാണ് പറയേണ്ടത്. അസ്ബഹ്ന എന്ന് പറഞ്ഞാൽ പ്രഭാത സമയത്ത് സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, സബാഹൽ ഖൈർ, സബാഹി എന്ന അറബിയിൽ പറഞ്ഞാൽ രാവിലെ എന്നാണ് അർത്ഥം. അതാണ് അസ്ബഹ്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അംസൈന എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, മസാ അൽ ഖൈർ, മസാ എന്ന് പറഞ്ഞാൽ ഈവനിങ്, വൈകുന്നേരം എന്നാണ്. അതുകൊണ്ടാണ് വൈകുന്നേരം ദുആ ചെയ്യുമ്പോൾ മഗ്രിബിൻ്റെ ദുആയിൽ അല്ലാഹുമ്മ ബിക അംസൈന എന്ന് പറയേണ്ടത്.